ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കോൺട്രാക്ട് ലോയിലെ ഫ്രീ കൺസെൻറ്റ്, അതായത് ഫ്രീ കൺസെൻറ്റിനെ കുറിച്ചാണ് ആ ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ഫ്രീ കൺസെൻറ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിക്റ്റേറ്റ് ഫ്രീ കൺസെൻറ്റ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്സിൽ ഒന്നാണ് ഫ്രീ കൺസെൻറ്റ്. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് പാർട്ടീസ് പരസ്പരം സമ്മതിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ സമയത്ത് ഈ സമ്മതം സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറി ആയിരിക്കണം. ബലപ്രയോഗം, പ്രഷർ, ചീറ്റിങ്, തെറ്റായ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കൊണ്ട് കിട്ടിയ സമ്മതം ഫ്രീ കൺസെൻ്റ് അല്ല. അങ്ങനെ ആയാൽ കോൺട്രാക്റ്റ് വോയിഡ് അല്ലെങ്കിൽ വോയിഡബിൾ ആകും. സെക്ഷൻ 13 to 22 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് കൺസെൻറ്റ്, പിന്നെ ഫ്രീ കൺസെൻറ്റ് എന്നാണ്. ഫ്രീ കൺസെൻറ്റ് നശിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ഈ പ്രൊവിഷൻസൊക്കെ അൺഫെയർ കോൺട്രാക്റ്റിലാണോ ആളുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ്. മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് സെക്ഷൻ 13 പ്രകാരമാണ്. രണ്ടോ അതിൽ കൂടുതൽ പേഴ്സൺസ് ഒരു കാര്യത്തിൽ ഒരർത്ഥത്തിൽ സംസാരിച്ചാൽ അതിന് കൺസേൺ എന്ന് പറയും. ഇതിന് കൺസേൺസ് ആഡ് ഇഡിയം, മീനിങ് ഓഫ് മൈൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കൺസേൺ മാത്രം പോരാ. സെക്ഷൻ 14 പ്രകാരം കൺസേൺ ഫ്രീ ആയിരിക്കണം. കൺസേൺ താഴെ പറയുന്ന റീസൺസ് കൊണ്ടാണ് ഉണ്ടായ അല്ലെങ്കിൽ മാത്രം അത് ഫ്രീ കൺസെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കൺസെൻ്റ് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം മതി ഫ്രീ കൺസെൻ്റ് ആകാൻ. ഇപ്പോൾ കോയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇതൊക്കെയാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഫ്രീ കൺസെൻറ്റിൻ്റെ മെയിൻ എയിം, പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർനെസ് ഉറപ്പിക്കുകയും ഇക്വാലിറ്റി ഉറപ്പിക്കുകയും വോളണ്ടറി ഫ്രീഡം ഉറപ്പിക്കുകയും പിന്നെ ഫ്രീ കൺസെൻറ്റ് ഇല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് വോയിഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ് ആക്കാം. ഇതാണ് പറയുന്നത്. അതായത് ഫ്രീ കൺസെൻറ്റ് ഇല്ലെങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റ് വോയിഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡ് ആക്കാമെന്നാണ് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ദാറ്റ് ഡിക്റ്റേറ്റ് ഫ്രീ കൺസെൻറ്റ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോയേഷനാണ് ആദ്യം പറയുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ്, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്ക് ഫ്രീ കൺസെൻറ്റ് കിട്ടാൻ നമുക്ക് കോടതി ഇത് ചെയ്യുന്നത്. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയേഷൻ എന്നാൽ ഒരാൾ ബലപ്രയോഗം അല്ലെങ്കിൽ ഭീഷണി ഉപയോഗിച്ച് കോൺട്രാക്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ പറയുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാനെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ കുറ്റകൃത്യം ചെയ്യുക, പ്രോപ്പർട്ടി ഇല്ലീഗലായിട്ട് പിടിച്ചു വെക്കുക, പ്രോപ്പർട്ടി പിടിച്ചു വെക്കുന്നെന്ന് ഭീഷണിപ്പെടുത്തുക. ഇവിടെ പേഴ്സൺ ഭയം കൊണ്ട് സമ്മതിക്കുന്നത് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല. അതുകൊണ്ട് കോൺട്രാക്റ്റ് വോയിഡബിളാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് എന്താ, എ ബിയോട് പറയുന്നു, നീ ഭൂമി എഴുതി തന്നില്ലെങ്കിൽ ഞാൻ ഫോൾസ് ക്രിമിനൽ കേസ് കൊടുക്കും. ആ ബി ഭയന്ന് ഒപ്പിടുന്നു. ഇത് കൊയേഷനാണ്. അത് ബലപ്രയോഗത്തിൽ ചെയ്യുന്നതാണ് കൊയേഷൻ. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് സെക്ഷൻ 16 ആണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മേലിലുള്ള പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ദുരുപയോഗം ചെയ്ത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മേലുള്ള പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ദുരുപയോഗം ചെയ്ത കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പാരൻ്റ് ചൈൽഡ്, ഡോക്ടർ പേഷ്യൻ്റ്, ഗാർഡിയൻ വാർഡ്, ഗുരു ഡിസിപ്പിൾ, ട്രസ്റ്റി ബെനിഫിഷ്യറി, ഇതൊക്കെ എക്സാമ്പിൾസാണ്. ഇവിടെ ഡോമിനൻ്റ് പേഴ്സൺസ്
അന്യായമായ ഇവിടെ ഡോമിനൻ്റ് പേഴ്സൺസൊക്കെ അന്യായമായിട്ടാണ് അഡ്വാൻറ്റേജ് നേടുന്നത്. അതുകൊണ്ട് കോൺട്രാക്റ്റ് വോയിഡാണ്. എൻ്റെ എക്സാമ്പിളാണ് ഒരു വയോധികൻ ക്രിയേറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്വത്ത് മുഴുവൻ ക്രിയേറ്റർക്ക് എഴുതി കൊടുക്കുന്നത്. അതായത് ഒരു ഓൾഡ് പേഴ്സണെ